കുറച്ച് ചെറിയ ചെമ്മീൻ കിട്ടിയിട്ട് ചെറുത്. അപ്പം നല്ലൊരു ഒരു ഒരു മുളകിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് റോസ്റ്റ് ഫ്രൈ എന്ത് വേണമെങ്കിൽ പറയാം. നല്ല ഉള്ളിയൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ രാവിലത്തെ തന്നെ കുറച്ച് പുട്ടും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ അങ്ങോട്ട് പിടിച്ചു നോക്കി. വലിയ സംഭവമൊന്നുമില്ല, നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ സാധനം തന്നെ. അപ്പം കൺട്രോൾ ചെയ്തിട്ടോ. ഒന്നുമില്ല, ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തീ ഒന്നും കത്തിച്ചില്ല, വെളിച്ചെണ്ണ വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് ഇഞ്ചി, മുളക്, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നമ്മൾ സാധാരണ ചേർക്കുന്നതിനോട് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയും ടേസ്റ്റ് ഇഷ്ടമുള്ളത്. പിന്നെ പച്ചമുളക് 2-3 ചേർത്തോളാം. അപ്പോൾ അത് സാധനം ഇല്ലാത്തതുകൊണ്ടാണ് അത്ര ഇപ്പോൾ പറിക്കാനില്ല ചെടിയും വേനൽക്കാലൊക്കെ അല്ല. അപ്പോൾ ഒരു 4-5 ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മളെ ഉള്ളി, വലിയ ഉള്ളി ഒരു 1-1.5 ഉള്ളിയും ചേർക്കുക. പിന്നെ ഒരു 2 തക്കാളി ഒക്കെ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ തീ ഒന്ന് ലൈറ്റായിട്ട് അവിടെ കത്തിച്ച് വെക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർക്കുക. പൊടികൾ തന്നെ കുറച്ച് പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്, മുളക് പൊടി ചേർക്കാനുണ്ട്. ഓവറായിട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വാറ്റിയിട്ടൊന്നുമില്ല, സാധനം വാറ്റിയിട്ടൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ചില കല്യാണ വീടുകളൊക്കെ കണ്ടില്ലേ, ഇവരിങ്ങനെ ഉള്ളി സാധനങ്ങളൊക്കെ ഉരുളിയിലിട്ട് അവിടെ വെച്ചേക്കുന്ന ആ രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുക. ഇളക്കുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അവിടെ മൂടി വെച്ചേക്കുക. ആ ഒരു ആവിയിൽ കിടന്നിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് മൂത്ത് വരും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർക്കേണ്ട, അടി പിടിക്കാതിരിക്കുക അല്ലേ. എന്നിട്ട് ഞാനത് മെല്ലെ അവിടെ മൂടി വെച്ച് ആ ആവിയിലൊന്ന് സെറ്റാക്കി എടുക്കുന്നൊരു പരിപാടി കാണിച്ചു തരാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ, ചെറിയ തീയിൽ വെക്കില്ല, ചിലപ്പോൾ അടി പിടിച്ചു, ചെറിയ തീയിൽ കേട്ടോ. അപ്പോൾ തുറന്ന് വെക്കണം. ആവിയിൽ ആ പൊടിയൊക്കെ ഒരു ഷേപ്പ് മാറിയാണ്ടല്ലോ, ആ ഉള്ളിയൊക്കെ ഒന്ന് എന്താ പറയുക, അപ്പോൾ പച്ചയ്ക്ക് തന്നെയാണ് സംഭവം ഉള്ളത്, പക്ഷെ ഒന്ന് വാടിയിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ നമ്മളിത് ഓവറായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നില്ല ഉണ്ടല്ലേ. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മളെ മെയിൻ സാധനം ചെമ്മീൻ, ചെറിയ ചെമ്മീനാട്ടോ, കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതേ രീതിയിൽ ചിക്കനൊക്കെ തയ്യാറാക്കിക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ഇങ്ങനെ ഓവർ ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ടാവില്ല, ആ ഒരു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഈ രീതി തന്നെ തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ ചെമ്മീൻ്റെ മുകളിലേക്ക് സെറ്റാവണം. നല്ലതായിട്ട് ഫുൾ മിക്സായി. ഇനി ചെമ്മീൻ വേവാനുള്ള ആ ഒരു സമയം എത്ര 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ ചെമ്മീൻ ഒരിക്കലും വേവിച്ച് റബ്ബറേക്ക് കളയരുത് കേട്ടോ. 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ ചെമ്മീൻ ഒന്നും ഒരിക്കലും വേവിക്കണ്ട. അവിടെ അവിടെ വെച്ച് ആ മൂടി വെള്ളം നമ്മൾ ഒഴിച്ചില്ല, പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിറയെ വെള്ളം ഉണ്ടാവും. ആ ഉള്ളിൽ നിന്നും ചെമ്മീനും ഒക്കെ വന്ന വെള്ളം ആ വെള്ളത്തിൽ കിടന്ന് വെന്തോളൂ. അത് മതി മീനിനൊക്കെ ഉണ്ടല്ലോ. അല്ലാണ്ട് നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് നശിപ്പിക്കണം. അവസാനം കുറച്ച് ഗരം മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ പട്ടയും ഗ്രാമ്പും എന്തെങ്കിലും ഒന്ന് ചേർക്കുക, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കറിവേപ്പില, മല്ലിയിലൊക്കെ ചേർക്കുക. അപ്പോൾ മല്ലിയില വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് മല്ലിയില ഇട്ടില്ല. കറിവേപ്പില എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പറിക്കാനുള്ളത് കൊണ്ടിട്ട് മല്ലിയില ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കണ്ടില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടുതൽ ചേർത്തിട്ട്, നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പിലല്ലേ, കിടക്കട്ടെ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കും. ഗ്രേവി ഇല്ല, അതൊന്നൊന്ന് ഡ്രൈ ആക്കി എടുത്ത ടേസ്റ്റാണ്. അതാണ് സംഭവം. ഇനി എരിവിനാണ് നമ്മളെ ചുവപ്പ് മുളകല്ല, അതല്ല നമ്മൾ ചേർക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുക. പിന്നെ അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അതാണ് എരിവ്. നമ്മുടെ ചുവപ്പ് മുളക് നമ്മൾ എന്താ പറയുക, കളറിന് വേണ്ടി കുറച്ച് ചേർക്കുക, കാശ്മീരി ചില്ലി ചേർത്താലും മതി. അത് നല്ല കുരുമുളക് പൊടി അവസാനം ചേർത്ത് കൊടുക്കുക. അതാണ് ആ ഒരു ടേസ്റ്റ്. പിന്നെ അവസാനം ഒരു ബാലൻസിങ്ങിന് വേണ്ടി ഒരു നുള്ള് പഞ്ചസാര കേട്ടോ, അത് വീഡിയോയിൽ ഇട്ടുപോയി, നുള്ള് പഞ്ചസാര ചേർക്കുക. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് അവിടെ ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒരു നുള്ള് നമ്മളൊരു ബാലൻസിങ്ങിന് വേണ്ടി ചെറിയൊരു പ്രത്യേക ടേസ്റ്റാണ്. അതും ചേർത്ത് അവിടെ ഇളക്കി മിക്സ് ചെയ്യും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അവിടെ മൂടി ഉടനെ ഇരുന്ന് എടുത്ത് കഴിക്കുക. ഒരു 10-15 മിനിറ്റ് അവിടെ മൂടി വെച്ച് തീയൊക്കെ ഓഫാക്കിയിട്ട് അവിടെ വെച്ചേക്കാം കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ലുക്കില്ലേ. ആ ഒരു ഉള്ളിയൊക്കെ കിടക്കുന്നത് ഓവർ അലിഞ്ഞൊന്നും പോയില്ല. ആ ഉള്ളിയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം. ഇനി അവിടെ തീ ഓഫാക്കിയിട്ട് അവിടെ മൂടി വെച്ചത് സെറ്റാവുള്ള ഒരു 5-10 മിനിറ്റ് അവിടെ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ചോറോ എന്താ വെച്ചാൽ എടുത്ത് വെക്കുക, അങ്ങോട്ട് കോരി അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ നല്ല പാത്രത്തിലൊക്കെ കുറച്ച് പുട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒക്കെ അല്ലേ നല്ല സെറ്റായി വന്ന് ആ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല ഓവർ ഡ്രൈ ആയില്ല, എന്നാലും ആ ഗ്രേവിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല പുട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് എടുത്ത് അവിടെ ഒഴിക്കുമ്പോൾ തന്നെ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്കൊരു കഴിക്കാൻ തോന്നുന്നില്ലേ. ചിക്കനൊന്ന് ആലോചിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മല്ലിച്ചപ്പ് മാത്രമേ ചേർക്കാത്തുള്ളൂ, അതുകൂടി ചേർക്കാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല ആ ഉള്ളിയൊക്കെ അവിടെ കിടക്കുന്നത് നല്ല കൂട്ടി ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവർ വാങ്ങിക്കോളി, ഉണ്ടായിക്കോളി. സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ല നമ്മുടെ വീഡിയോയിൽ. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് റെസിപ്പീസൊക്കെ ഇതിൽ കാണും കേട്ടോ. വേറെ വലിയ സംഭവം റെസിപ്പീസ് ഒന്നും നമ്മളെ വരില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അടിപൊളി. അപ്പോൾ ഞാനിത് എല്ലാം കൂടെ കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് കാണാൻ നമുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വിട്ടേക്കണേ.
ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എങ്ങനെയുണ്ട് ചെമ്മീനുള്ള എന്തായാലും നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ചെറിയ ചെമ്മീനാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.